ഹായ് ഹായ് ഹായ്. ഇന്ന് കുട്ടിപ്പ നമ്മുടെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് കേട്ടോ വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും അഭിപ്രായം ഈ വീഡിയോക്ക് അവസാനം കമൻറ്റ് ബോക്സിൽ ഇടാം. എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിക്കേ, 18 എന്നുള്ള നമ്പർ ഏതൊക്കെ മറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്? 18 ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്? ഗുണന പട്ടികയിലുണ്ട്. 1 × 18 18 ആണല്ലേ? ഒരു 18 18 ആണ്. 18ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്. അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചു പറയാം, 18 × 1 18 ആണല്ലേ? 1 × 18 18 ആണെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞാൽ എന്താ? 18 × 1 അതും എന്താ? 18 ആണ്. അതുപോലെ തന്നെ 2 × 9 എന്താണ്? 18 ആണ്. അപ്പൊ 2 × 9 18 ആണെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞാൽ 9 × 2 18 ആണ്. അപ്പോ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ആരുണ്ട്? 18 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 × 6 18 ആണ്. അങ്ങനെയാണെങ്കിൽ അത് നേരെ തിരിച്ചു പറഞ്ഞാൽ 6 × 3 പറയാല്ലേ? തിരിച്ചു പറഞ്ഞാൽ ഉത്തരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. 3 × 6 18 ആണെങ്കിൽ 6 × 3 18 ആണ്. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 18 ഉണ്ട് അല്ലേ? പിന്നെ ഏതൊക്കെ നമ്പറിന്റെ? 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18 ഉണ്ട്, 18ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18 ഉണ്ട്, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18 ഉണ്ട്, 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 18 ഉണ്ട് അല്ലേ? ഈ നമ്പറുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 18 കിട്ടുക. ഇനി വേറെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 18 കിട്ടുമോ? വേറെ ഏതെങ്കിലും നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടുമോ? ഈ രൂപത്തിലല്ലാതെ ഇല്ല അല്ലേ? ഈ നമ്പറിന് മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ 18 ഉള്ളൂ, 18 ഉള്ളൂ അല്ലേ? ഏതൊക്കെ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളില? 18ന്റെയും 1ന്റെയും വീണ്ടും 18 ഒന്നും പറയണോ? വേണ്ട. 18ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 2ന്റെയും 9ന്റെയും 9 2 നമ്മൾ എഴുതിയില്ലേ? പിന്നെ 3ന്റെയും 6ന്റെയും 6 3 നമ്മൾ എഴുതി. അപ്പൊ ഈ നമ്പറുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 18 കിട്ടുക. അല്ലെങ്കിൽ ഈ നമ്പറിന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് 18 ഉള്ളത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഈ നമ്പറുകൾ ഉപയോഗിച്ചിട്ടൊക്കെ നോക്കിക്കേ, നമുക്ക് 18നെ ഡിവൈഡ് ചെയ്യേണ്ടി പറ്റും. ഈ നമ്പറുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് 18നെ ഡിവൈഡ് ചെയ്യേണ്ടി കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ ഉപയോഗിച്ചിട്ട് 18നെ കൃത്യമായിട്ട് റിമൈൻഡർ ഇല്ലാതെ ഇഷ്ടമില്ലാതെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കിയേ? പറ്റൂല. ഈ നമ്പറുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് 18നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ നമ്പറിന്റെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണനപ്പട്ടികയിലാണ് 18 ഉള്ളത് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഏതൊക്കെ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണോ നമ്മൾ 18 ഉള്ളത് അതൊക്കെ 18ന്റെ ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഘടകങ്ങളാണ് എന്ന് പറയും. അപ്പോൾ ഒരു നമ്പറിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആ നമ്പർ ഏതൊക്കെ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ അതൊക്കെ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 5 കിട്ടും? 1 × 5 5 ആണ്. ഇത് വേണമെങ്കിൽ നേരെ തിരിച്ചു പറയാം അല്ലേ? 5 × 1 5 ആണ്. 1 × 5 5 ആണെങ്കിൽ നേരെ തിരിച്ചു പറഞ്ഞാൽ 5 × 1 5 ആണ്. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് 5 കിട്ടുമോ? ഇല്ല. അപ്പൊ 5 ഏതൊക്കെ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? 1ന്റെയും 5ന്റെയും 1ന്റെയും 5ന്റെയും മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 5 ഉള്ളൂ. അപ്പോൾ 5ന് 2 ഘടകങ്ങളാണുള്ളത്, 2 ഫാക്ടേഴ്സ് മാത്രമേ നമ്മളെ 5-നുള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി അതുപോലെ വേറെ നമ്പർ 7 എടുക്കാം. 7 ഏതൊക്കെ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? ഏതൊക്കെ നമ്പറുകൾ മൾട്ടിപ്ലൈ നമുക്ക് 7 കിട്ടും? 1 × 7 7 ആണ്. 1ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 7 ആണ്. ഒരു 7 അല്ലേ? പിന്നെ നേരെ തിരിച്ചു പറയാം, ഇങ്ങനെ 7 × 1 7 ആണ് അല്ലേ? 7 1 7 ആണ്. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് 7 കിട്ടുമോ? ഇല്ല. അപ്പൊ 7ന്റെ മൾട്ടിപ്ലിസ് ഏതൊക്കെയാണ്? 7 ഏതൊക്കെ നമ്പറിന്റെ ഗുണനപ്പട്ടികയിലുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്? 1ന്റെയും 7ന്റെയും 1 7 നമ്മൾ പറഞ്ഞു അല്ലേ? 1ന്റെയും 7ന്റെയും മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 7 ഉള്ളൂ. അപ്പൊ 7ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 7 ആണ്. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ബാക്കി ഇനി അടുത്തൊരു നമ്പർ 11 എടുക്കാം. ഇവിടെ നോക്കിയേ, 5ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 5ന് എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങൾ, 2 ഫാക്ടേഴ്സ് ആണ് 5-നുള്ളത്. അതുപോലെ തന്നെ 7ന് എത്ര ഘടകങ്ങളുണ്ട്? നമ്മൾ നോക്കിയപ്പോൾ 2 ഘടകങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലായി. ഇനി 11ന് എത്ര ഘടകങ്ങളുണ്ട് നോക്കിയാൽ 1ന്റെയും 11ന്റെയും മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 11 ഉള്ളൂ. ഒരു 11 11. അത് ഈ 11 1 11. അങ്ങനെ 1ന്റെയും 11ന്റെയും മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 11 ഉള്ളൂ. വേറൊരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല.
അപ്പോൾ 11നും 2 ഫാക്ടേഴ്സ് ഉള്ളൂ, 2 ഘടകങ്ങളേ ഉള്ളൂ. രണ്ടിനും 2 ഘടകങ്ങളേ ഉള്ളൂ. 2ഉം 1ഉം മാത്രമാണ് 2ന്റെ ഘടകങ്ങൾ. ഞാൻ വേറെ നമ്പർ പറയട്ടെ. 1ന് എത്ര ഘടകങ്ങളുണ്ട്? 1 × 1 1 വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് 1 എന്നുള്ള ഉത്തരം കിട്ടുമോ? ഇല്ല. അപ്പൊ 1ന് എത്ര ഘടകങ്ങളുണ്ട്? ഒരൊറ്റൊരു ഘടകം മാത്രമേ ഉള്ളൂ. 1ന്റെ ഘടകം 1 മാത്രമാണ്. വീണ്ടും 1 എഴുതണോ? വേണ്ട. 1ന് എന്താ? ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, ഇതിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പറുകളെ നമ്മൾ ഒരു പ്രത്യേക പേര് വിളിക്കും. 2 ഘടകങ്ങൾ മാത്രമുള്ള നമ്പറാണ് ഇത്. 5, 7, 11 അതുപോലെ 2 ഒക്കെ അല്ലേ? 2, 5, 7, 11 ഇങ്ങനെ കുറേ ചില നമ്പറുകൾക്ക് 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. 1ന്റെയും അതേ നമ്പറിന്റെയും, അതായത് 11 എന്താ? 1ന്റെയും 11ന്റെയും തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളൂ. എന്താ? 1ന്റെയും 7ന്റെയും തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളൂ. 5 1ന്റെയും 5ന്റെയും തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ളൂ. 1ന്റെയും അതേ നമ്പറിന്റെയും തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമുള്ള നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പ്രത്യേക പേരാണ് പ്രൈം നമ്പേഴ്സ്. എന്താണ്? അഭാജ്യ സംഖ്യകൾ. ഇതും നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ്? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, 1 ഒരു അഭാജ്യ സംഖ്യ ആണോ അല്ലേന്ന്. 1 ഒരു അഭാജ്യ സംഖ്യ അല്ല. എന്തുകൊണ്ടാണ് 1 ഒരു അഭാജ്യ സംഖ്യ അല്ലാത്തത്? കാരണം 2 ഘടകങ്ങൾ മാത്രമേ പാടുള്ളൂ, 2ൽ കൂടുതലോ കുറയാനൊന്നും പാടില്ല. 1 എന്താണ്? ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. 2 എണ്ണെങ്കിലും വേണം. 2 ഘടകങ്ങൾ മാത്രമുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്. അത് 3 എണ്ണം ആവാൻ പാടില്ല, 2നേക്കാൾ കുറഞ്ഞിട്ട് 1 ആവാൻ പാടില്ല, കൃത്യം 2 എണ്ണം മാത്രം. 1ഉം അതേ നമ്പർ മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് ഘടകങ്ങളായിട്ട് വരുന്ന നമ്പർ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ. അപ്പോൾ 1 ഒരു പ്രൈം നമ്പർ അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക. അതും പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മിക്ക ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഈ ചാപ്റ്ററിന് മറ്റു ചില കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് ഈ ചാനലിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ഭാഗവും എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ ഏകരെ കിട്ടുന്ന രൂപത്തിൽ ബേസിക്കിൽ നിന്ന് മുഴുവനായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലെ ലൈവ് ക്ലാസ്സുകളും വീഡിയോസും ആരും മിസ്സാക്കാതിരിക്കുക. എല്ലാം കൃത്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഏകയുടെ ഷുവർ ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസത്തെ ലൈവിലായിട്ട് കാണാം. തൽക്കാലം പോവാണ്. ബൈ ബൈ.